ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കിണറ്റിലൊരു വിരുന്നുകാരനുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, ഒരു വെള്ളിക്കെട്ടൻ. വൈകുന്നേരം ഡ്യൂട്ടിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാമിയുടെ വീട്ടിൽ ഒരാൾക്കൂട്ടം ചെന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഒരു പാമ്പ്. ആൾക്ക് കയറി വരണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. നമ്മളതിന് കുറച്ച് വടിയും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടും അതിന് കയറി വരാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാമ്പിനെയൊക്കെ പിടിക്കുന്ന ഒരു ഏട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. പൂച്ചയാണ് കാവലിരിക്കുന്നത്. വെളിച്ചം നല്ലോണം കുറഞ്ഞു വരുന്നുണ്ട്. ഏകദേശം സന്ധ്യയായിട്ടോ. ആ വടിയുടെ അടുത്തുനിന്ന് പാമ്പ് അനങ്ങുന്നുണ്ടെന്നല്ലാതെ മുകളിലേക്ക് കയറി വരുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം എത്തിയിട്ടോ. കാക്കയങ്ങാടുള്ള ഒരു ഏട്ടനാ വന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ പേര് മിറാജ് എന്നാണ്. നേരെ വന്ന് ആളുടെ ഡ്യൂട്ടി തുടങ്ങി. എന്ത് പെട്ടെന്നായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു കിണറ്റിലേക്കൊക്കെ ഇറങ്ങേണ്ടി വരുന്നത്. അതൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. ആ കമ്പിൽ തന്നെ ഒരു കുഞ്ഞി കമ്പും കൂടെ കെട്ടി പെട്ടെന്ന് തന്നെ ആ പാമ്പിനെ തോണ്ടി പുറത്തേക്ക് എടുത്തു കേട്ടോ. അവന് കയറി വരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. മുകളിലെത്തിയതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടി. മുമ്പിൽ ടാർപ്പായെല്ലാം കെട്ടിയതിൻ്റെ കയറും അഴ കെട്ടിയതിൻ്റെ കയറും എല്ലാം ഉള്ളതുകൊണ്ട് ആ കമ്പ് വെച്ച് മുകളിലേക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പതുക്കെ ആ പാമ്പ് നേരെ ആ ഒരു കയറിലേക്ക് പിടിച്ച് കയറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടം വരെ കണ്ടു നിൽക്കാനെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. കാരണം കയ്യിലെടുത്തിട്ടില്ല. പക്ഷേ ആ വാലിൻ്റെ അറ്റത്ത് പിടിച്ച് കയ്യിലേക്ക് അത് എടുക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ മേലാകെ കോരിത്തരിക്കാൻ തുടങ്ങി. ഈ ഒരു സമയമായപ്പോഴേക്കും തന്നെ എല്ലാവരും ഓടി കയറി കേട്ടോ അകത്തേക്ക്. കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പാമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കണ്ടു നിൽക്കാൻ അത്ര സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടെൻഷനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വലിപ്പമുള്ളൊരു പാമ്പായതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഞാൻ ഓടി കയറി കേട്ടോ വീട്ടിലേക്ക്. അതുവരെ ഡയലോഗ് അടിച്ച വീരശൂര പരാക്രമികളെല്ലാം പിന്നെ തിണ്ണയിൽ കയറിയിട്ടായിരുന്നു ഡയലോഗ് മൊത്തം. ആ പാമ്പിനെ അവരുടെ ബാഗിലേക്ക് ആക്കുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടോ. നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്ക് പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. കുറച്ച് പാടുപെട്ടിട്ടാണ് ആൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ഏട്ടനോട് ചോദിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആളെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് ഇതുവരെ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പുറത്തേക്ക് വരൂലേ. അന്ന് ഞാനും കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേട്ടിടത്തോളം ഈ പാമ്പ് അത്യാവശ്യം നല്ല വിഷമുള്ള ടൈപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും പറ്റില്ല. ഒരു ചെറിയ പോറൽ പോലെ ഉണ്ടാവുള്ളൂ. കാരണം കുഞ്ഞി പല്ലുകളാണ് ഇതിന്. എങ്ങാനും ഇവൻ്റെ കടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തലച്ചോറിനെയാണ് കേട്ടോ. കടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. ഈ പാമ്പ് പൊതുവെ ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. നമ്മളറിയാതെ ചവിട്ടി പോവുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചിങ്ങോട്ട് ബൈറ്റ് ചെയ്യുള്ളൂ. ഇൻ കേസ് സ്നേക്ക് ബൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ആൻറ്റിവനൊക്കെ കൊടുക്കാൻ പറ്റിയ 100% നമുക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ചങ്ക് വരയൻ അഥവാ വെള്ളിക്കട്ടൻ എന്ന് പറയുന്ന ഈ പാമ്പിന് ഒരു അപരൻ കൂടിയുണ്ട് കേട്ടോ. വെള്ളി വരയൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയാണുള്ളത് കേട്ടോ. വെള്ളി വരയൻ ആളൊരു സൈലൻ്റ് ആണ് കേട്ടോ. ചുവർപ്പാമ്പ് എന്നൊക്കെ ചിലയിടങ്ങളിൽ പറയാറുണ്ട്. പക്ഷെ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന ആൾ സൈലൻ്റ് ആണെങ്കിലും ഒരു സൈലൻറ്റ് കില്ലർ കൂടിയാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പാമ്പുകളെ പിടിക്കുന്നത് ഒരു സേവനമാക്കിയെടുത്ത മിരാജേട്ടന് എൻ്റെ ആശംസയും അതുപോലെ നന്ദിയും. ആളുടെ നമ്പറോടുകൂടി കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ.